നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ വടക്കേക്കര പഞ്ചായത്തിലുള്ള ശ്രീ ഷിക്കാറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം കേരള സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരമുള്ള ബയോഫ്ലോക്ക് മത്സ്യകൃഷിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 28 സെപ്റ്റംബറിനാണ് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇവിടെ നിക്ഷേപിച്ചത്. അപ്പോൾ ഏകദേശം 6 മാസം ആകാൻ പോകുന്നു. 5 മാസം കഴിഞ്ഞു, 6 മാസം ആകാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ അതിലുള്ള കാഴ്ചകളെല്ലാം നമുക്കിപ്പോൾ കാണാം. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഷിക്കാറാണ്, നമ്മളുടെ കർഷകനാണ്. അപ്പോൾ ഷിക്കാറിനോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. കാരണം അദ്ദേഹം ഈ ഒരു കൃഷി ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം പുള്ളിയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. ഷിക്കാർ, നമസ്കാരം. അപ്പോൾ ഇത് സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരമുള്ള ഇതല്ലേ ചെയ്തിരിക്കുന്നത്? കേരള സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ പെടുത്തിയിട്ടാണ് നമ്മൾ ബയോഫ്ലോക്ക് മത്സ്യകൃഷി നമ്മൾ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഇത് എത്ര മീറ്ററിൻ്റെ ടാങ്കാണത്? നമ്മൾ 5 മീറ്റർ ഡയമീറ്റർ 5 മീറ്റർ ഡയമീറ്ററിലാണ് ഓക്കെ ചെയ്തേക്കണം. അപ്പോൾ എത്ര മീൻകുഞ്ഞുങ്ങൾ നമ്മൾ ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു? ഫിഷറീസിൻ്റെ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു കണക്ക് അവർ പറയണത് 1250 മീൻകുഞ്ഞുങ്ങളെന്നാണ് അവർ പറയണത്. ഓക്കെ. കൂടുതൽ ചെയ്യുന്നവരുണ്ട്, പക്ഷെ നമ്മൾ അവർ പറഞ്ഞ അതേ അളവിൽ 1250 എണ്ണമാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അത് ഗിഫ്റ്റ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അല്ലേ? ഗിഫ്റ്റാണ്. ഓക്കെ. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? നമ്മുടെ കേരള സർക്കാരിൻ്റെ തന്നെ അഡാക്ക് എന്ന് പറഞ്ഞ പൊയ്യയിലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് നമുക്ക് മീൻകുഞ്ഞുങ്ങളെ തന്നത്. പൊയ്യെന്ന് അല്ലേ? അഡാക്ക്. ഓക്കെ. വേറൊരു കാര്യം ചോദിക്കാനായിട്ട്, പലരും പറയുന്നത് ഈ ഒരു ബയോഫ്ലോക്ക് മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള, അതായത് നമ്മൾ ഈ ബാക്ടീരിയസിനെ കൊണ്ടിട്ട് അത് ഒരുപാട് വാട്ടർ പാരാമീറ്റേഴ്സ് കറക്റ്റായിട്ട് നോക്കുന്നതിന് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യണത്. നമ്മളൊരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് അങ്ങനെ തുടങ്ങിയത്. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടല്ല, മറ്റുള്ളവർ പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതിനകത്തില്ല. ആദ്യത്തെ ഒരു മാസം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അതായത് വാട്ടർ പാരാമീറ്റേഴ്സൊക്കെ എങ്ങനെ ടെസ്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഫിഷറീസിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊന്ന് നമ്മുടെ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടില്ല. ആദ്യത്തെ ഒരു മാസം നമ്മളെന്തായാലും ഡെയിലി ചെക്കിങ്ങൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഡെയിലി ചെക്കിങ് ആവശ്യമാണ്. അതിനുശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനൊന്ന് 2 ആഴ്ച, ചിലപ്പോൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് വാട്ടർ പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കത് ഇപ്പം നമുക്ക് സത്യത്തിൽ മീനെ നോക്കിയാൽ അറിയാം വെള്ളത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു വിധമൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 5 മാസം കൊണ്ട് നമുക്ക് ആ രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടല്ല. ആദ്യം നമുക്ക് ആരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും, അതെ, ഏത് മനുഷ്യനെയും ചെയ്യാം. അതിനകത്ത് വലിയ ബുദ്ധിയോ അറിവോ ഒന്നും വേണ്ട, ആർക്കും ചെയ്യാവുന്നൊരു സംഭവമാണ്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ മീൻ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ അതിൻ്റെ സൈസ് എത്ര ഉണ്ടായിരുന്നു? സൈസിൽ നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അടാക്കിൽ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ തരുമ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ, അതോടെ കൂട്ടത്തിൽ തന്നെ 1/2 ഇഞ്ച് വലിപ്പമുള്ള, അതായത് തീരെ ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ആ ഒരു പ്രശ്നം എനിക്ക് ഇതിൻ്റെ വളർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല വലിപ്പത്തിലുള്ള കുഞ്ഞുങ്ങളിട്ട്, അപ്പോൾ നമ്മൾ അടാക്കിയിൽ അവർ നമ്മളോട് പറഞ്ഞത് 0.8 സൈസിലുള്ള ഫുഡ് കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ആ 0.8ലാണ്. ഓക്കെ. പക്ഷേ ആ 0.8 കഴിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ ഒരുപാട് അതിനകത്ത് ഉണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിട്ടാണ്ട് അവർ വളർച്ച മുരടിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ പോണ്ടിൽ 400 ഗ്രാം വളർച്ചയുള്ളതുണ്ട്, അതിന് താഴേക്ക് 300-350. 400 ഗ്രാമിൻ്റെ അല്ല, മാക്സിമം ഞാൻ കണ്ടേക്കണത് 400 ഗ്രാമാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം? എനിക്ക് ഇപ്പം എൻ്റെ നമുക്ക് പല സൈസിലുള്ള മീനുകളെ കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ നമുക്കൊരു ക്വാറന്റൈൻ ചെയ്യാനുള്ള ഒരു മിനി പോണ്ട് ഉണ്ടെങ്കിൽ അതിലിട്ട് 1-2 ആഴ്ച അതിലിട്ടിട്ട് അതിനകത്ത് നല്ല ഷൂട്ടേഴ്സ് എന്ന് പറയുമല്ലോ നമ്മൾ, നല്ല വളർച്ചയുള്ള അതിനെ മാത്രമായിട്ട് പിടിച്ച് നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഏകദേശം വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ളൊരു വളർച്ച കിട്ടുമെന്ന് വിചാരിക്കണം. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ. പിന്നെ അതേപോലെ ഫീഡിങ്, അത് പലർക്കും സംശയമുള്ള കാര്യമാണ്. നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ ഷൂട്ടപ്പ് ആവും. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫീഡിങ് ഒരു മെത്തേഡ് എങ്ങനെയാണ്? ഫീഡിങ്ങിൽ പലരും പല രീതിയിലാണ്. 2 നേരം മാത്രം ഫുഡ് കൊടുക്കുന്നവരുണ്ട്, അതോടൊപ്പം 3 നേരം കൊടുക്കുന്നവരുണ്ട്. അല്ല, അതിൻ്റെ ക്വാണ്ടിറ്റി ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ഇതിലെന്ന് പറയുമ്പോൾ 1250 മീൻ കുഞ്ഞുങ്ങളാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ തീരെ ഈ മീനിൻ്റെ വെയിറ്റിന് അനുപാതികമായിട്ടാണ് ഫുഡിൻ്റെ കണക്ക് തന്നെ. അതിനൊരു കാൽക്കുലേഷൻ, അതിനൊരു ചാർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ
ഓരോ ദിവസവും ഇല്ലെങ്കിൽ 1-2 ദിവസം കൂടുമ്പോൾ ഫുഡ് പയ്യെ ഗ്രാജുവലായിട്ട് നമ്മൾ കൂടിക്കൊണ്ട് വരും. അതായത് ഒരു ദിവസം 3 നേരം എന്നുള്ളത് ശരിക്കും ഒരു 1.5 മാസത്തെ ആ സ്റ്റാർട്ടിങ്ങുള്ള വളർച്ച ഉണ്ടല്ലോ, ആ വളർച്ചയാണ് ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ വളർച്ച നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വളർന്നു വരുമെന്നാണ് ഞാൻ പഠിച്ചേക്കണം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 1.5 മാസത്തോളം ഞാൻ ഒരു 4 നേരമൊക്കെ ആയിട്ട് ഫുഡ് കൊടുക്കുമായിരുന്നു. അത് തന്നെ അളവ് കൂട്ടലല്ല, ഒരു വളർച്ച എത്തിക്കഴിയുമ്പോൾ ഒരു ഫിക്സഡ് അളവ് തന്നെ പല നേരമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും കാണാം. നമുക്ക് ഇനി വിളവെടുപ്പിൻ്റെ സ്റ്റേജിൽ നോക്കാം. ഓക്കെ, ലിറ്റർ വെള്ളത്തിൽ ഇത്ര ml കോക്ക് എന്നുള്ളൊരു കണക്കുണ്ട്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം ശരിക്കും. ഇത്ര അളവ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 10 ml ആണ്. 25 അല്ലേ മാക്സിമം. പദ്ധതി ഗുണഭോക്താവായ നമ്മുടെ ഷിക്കാറിന് സത്യത്തിൽ ഷിക്കാർ ഇതുവരെ ഇത്രയും ചെയ്തിട്ട് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. വേറൊന്നുമല്ല, ഫണ്ട് തീർന്നു. അതാണ് മെയിൻ പ്രോബ്ലം. വടക്കേക്കര പഞ്ചായത്തിൽ DDO കോഡ് ശരിയായി കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഫണ്ട് ഷിക്കാന് നൽകുന്നതായിരിക്കും. വേഗമാകുന്നുള്ളതാണ് മാഡത്തിന് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ. അപ്പോൾ അതിനുള്ള മുൻകൈകൾ പഞ്ചായത്തിൽ നിന്ന് എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും. ശരി ശരി. മാഡത്തിന് കാണിക്കാനുള്ളതാണോ ഇത് രണ്ടെണ്ണം? അങ്ങനത്തെ നല്ല അതെനിക്ക് ആദ്യമായിരുന്നു അങ്ങനത്തെ കിട്ടിയത്. 2 കവറിലാക്കണ്ട, അല്ലെങ്കിൽ പൈസ ഒന്നും വേണം. അത് വേണം. അപ്പോൾ അങ്ങനെ വിളവെടുപ്പ് ഉദ്ഘാടനം കഴിഞ്ഞു. അതേപോലെ അദ്ദേഹത്തിൻ്റെ മീനുകളുടെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരു 250 ഗ്രാംസ് തുടങ്ങിയിട്ട് 400 ഗ്രാംസ് വരെയുള്ള വലിപ്പമുള്ള മീനുകളായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്.